2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിനേറ്റ വലിയ ഷോക്കായിരുന്നു ഐഷ പോറ്റിയുടെ പാർട്ടി മാറ്റം. കൊട്ടാരക്കരയിലെ സാധാരണക്കാർക്ക് പ്രിയങ്കരിയായ ഐഷ പോറ്റി 3 പതിറ്റാണ്ട് കാലത്തെ സിപിഎം ബന്ധം ഉപേക്ഷിച്ച് പടിയിറങ്ങുമ്പോൾ സിപിഎം നേതൃത്വം നിലയില്ലാ ഭയത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. കൊട്ടാരക്കരയിൽ നിരവധി വികസന നേട്ടങ്ങൾ വിഭാവനം ചെയ്ത കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കര നെഞ്ചിലേറ്റിയ സിപിഎം നേതാവാണ്. 1996 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.എൻ. ബാലഗോപാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിച്ചിരുന്നു. 2019 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ N.K. പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ കെ.എൻ. ബാലഗോപാലിനെതിരെ ചെക്ക് വയ്ക്കാൻ എതിരാളിയാകുന്നത് ഐഷ പോറ്റിയായ സിപിഎം തീർച്ചയായും വിയർക്കും. സിപിഎമ്മിലെ അഴിമതിരഹിത മുഖമായ ഐഷ പോറ്റിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവില്ലാതെ സിപിഎം വലിയ കുരുക്കിലായിരിക്കുകയാണ്. ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റത്തിന് ശേഷം പാർട്ടി മാറ്റത്തെ വിമർശന സ്വരത്തോടെയാണ് സിപിഎം നിരീക്ഷിക്കുന്നത്. കളത്തിലിറക്കാനുള്ള തുറുപ്പുചീട്ട് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുമ്പോൾ ഐഷ പോറ്റിയെ വിമർശിക്കാനുള്ള സിപിഎം നീക്കവും സജീവമാണ്. ഐഷ പോറ്റിക്കെതിരെ സിപിഐഎം കൊല്ലം ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹനാണ് അടുത്തിടെ രംഗത്തെത്തിയത്. ആദ്യമായിട്ടാണ് വാഹനം കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ പാർട്ടി മാറുന്നതെന്ന് ജയമോഹൻ പരിഹസിച്ചിരുന്നു. ജയമോഹന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഐഷ പോറ്റിക്ക് പാർട്ടി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ പെൻഷനും ഡീസൽ അടിക്കാനുള്ള കൂപ്പണുമെല്ലാം കിട്ടി. ഇത്രയും സൗകര്യങ്ങൾ ലഭിച്ച ഒരാൾ വാഹനം കിട്ടിയില്ല എന്ന കാരണത്താൽ പാർട്ടിയിൽ നിന്ന് മാറുകയും വാഹനം കിട്ടാത്തതിന് മാറിയ ഒരാളെ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയം മലീമസമാക്കാനേ ഉപകരിക്കൂവെന്ന് ജയമോഹൻ പറഞ്ഞിരുന്നു. എന്നാൽ സിപിഎമ്മിന് തന്നെ ആവശ്യമില്ലെന്ന് തോന്നി അതുകൊണ്ട് പടിയിറങ്ങുന്നു എന്ന നിലപാടാണ് ഐഷ പോറ്റിക്ക്. ഒരു കാര്യത്തിനും നമ്മളെ ആവശ്യമില്ലാതെ വന്നാൽ അപ്പോൾ സലാം പറയണമെന്നാണ് ശിഷ്ടകാലം കോൺഗ്രസിനൊപ്പം ചേരാൻ തീരുമാനിച്ച ഐഷ പോറ്റിയുടെ പ്രതികരണം. 2023 മാർച്ചിനു ശേഷം സിപിഎമ്മിനൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും 67-കാരിയായ ഐഷ പോറ്റി പറയുന്നുണ്ട്. ഇത്രയും നാളും പ്രവർത്തിച്ച പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും കുറ്റപ്പെടുത്തുന്നില്ല. പ്രവർത്തകരോട് വലിയ സ്നേഹമുണ്ട്. ഭൂരിപക്ഷം നേതാക്കളോടും സ്നേഹമുണ്ട്. പക്ഷേ ഇനിയൊരു തിരിച്ചുപോക്കില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഐഷ പോറ്റി പറയുമ്പോൾ കറകളഞ്ഞ ഒരു സിപിഎം നേതാവിന്റെ പക്വതയും സത്യസന്ധതയും തിരിച്ചറിയാനാകും. സിപിഎം പാർട്ടിയിലെ നേതാക്കളോടുള്ള അവഗണനയിൽ പാർട്ടിക്ക് കൊഴിഞ്ഞു പോകുന്നത് കരുത്തുറ്റ മുതിർന്ന നേതാക്കളെയാണ്. ഏതൊക്കെ രീതിയിൽ വിമർശിച്ചാലും ഐഷ പോറ്റിക്ക് പകരമാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൊട്ടാരക്കരയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്റെ മുൻപിൽ അതൊന്നുമില്ലെന്നാണ് ഐഷ പോറ്റിയുടെ മറുപടി. അതേപ്പറ്റി താനല്ല പറയേണ്ടത്, തനിക്ക് സീറ്റല്ല ആവശ്യം, പ്രവർത്തിക്കാനുള്ള ഒരു ഇടമാണ് വേണ്ടതെന്നും ഐഷ പോറ്റി പറയുന്നു. കൊട്ടാരക്കരയിലെ തുടർച്ചയായ 7 വിജയങ്ങൾ നേടിയ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്താൻ മാത്രം കെൽപ്പുള്ള നേതാവായിരുന്നു പി. ഐഷ പോറ്റി. 2006 മുതൽ 3 തവണ കൊട്ടാരക്കര MLA ആയി വിജയിച്ച ഐഷ പോറ്റി ഭൂരിപക്ഷം ഓരോ വർഷവും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. കൊട്ടാരക്കരയിലെ ഐഷ പോറ്റിയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ. കൊട്ടാരക്കരയിൽ കെ.എൻ. ബാലഗോപാലിനെ മത്സരിപ്പിച്ച് ഐഷ പോറ്റിയെ തോൽപ്പിക്കാൻ സിപിഎം നടത്തുന്ന ശ്രമങ്ങൾ പാളിപ്പോകാൻ തന്നെയാണ് സാധ്യത. സിപിഎമ്മിലെ വിമർശനങ്ങളുടെ ചാട്ടുളി ഐഷ പോറ്റിക്ക് മേലെ വന്നു പതിച്ചാലും അവയെ രാഷ്ട്രീയ സമൂഹം നേതാവിനെ നഷ്ടപ്പെട്ട പാർട്ടിയുടെ രോദനമായി മാത്രമേ കണക്കാക്കൂ.